അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സെയ്ദലവി ചെർപ്പളശ്ശേരിയാണ്. പ്രിയപ്പെട്ട ഹബീബുകൾ എങ്ങാ നിൽക്കണ ഇവിടെ പാലക്കാട് ടൗണിൻ്റെ അടുത്താണ് കല്ലേക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ കല്ലേക്കാട് മെയിൻ ഹൈവേന്ന്, അതായത് പൊന്നാനി പാലക്കാട് ഹൈവേണ് കല്ലേക്കാട് മെയിൻ ഹൈവേന്ന് 150 മീറ്ററിനുള്ളിൽ മാത്രമാണ് നമ്മുടെ ഇന്നത്തെ വീടിൻ്റെ ദൂരം. അതും ബസ് റൂട്ടിലാണ്. ഇത് ബസ് റൂട്ടും കൂടിയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ ഇവിടെ കാണിച്ചു തരുന്നത് 6 സെൻറ്റ് സ്ഥലം. ഈ 6 സെൻറ്റ് സ്ഥലവും അതിൽ 1800 സ്ക്വയർ ഫീറ്റ് വീട്, ഈ 2 നില വീട്, ഇതൊക്കെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ വില കമ്മിയായിട്ടാണ് കൊടുക്കുന്നത്. കാരണം അത് അർജൻറ്റ് ആവശ്യമാണ്. 4 പുറം വീടുകളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിനോട് ചേർത്തിട്ട് വേറെ ഒരു 40 സെൻറ്റ് സ്ഥലം വേറെയും കൊടുക്കാൻ കിട്ടും. അതിൻ്റെ തൊട്ടത് അതും കൂടി നമുക്ക് പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബുകൾ, എന്താണ് കല്ലേക്കാട് എന്ന് വരുന്ന റോഡ്? ഇത് ബസ് റൂട്ടാണ്. ഈ റോഡ് 4 പുറം വീടുകൾ നിറയെ നിൽക്കുന്ന ഏരിയ. ഇതാ ആ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കുക. 4 പുറം വീടുകളുള്ള ഏരിയ എല്ലാം കാണിച്ചു കൊടുക്ക്. ഇതാ അപ്പുറത്തെ വീടുകളൊക്കെ കാണിച്ചു കൊടുക്കും കേട്ടോ. അല്ല VIP ഏരിയ ബസ് റൂട്ട്. ഇത് കോട്ടായിലേക്ക് പോകുന്ന ബസ് റൂട്ടാണ് കേട്ടോ. കോട്ടായി. അപ്പോൾ നമ്മുടെ കല്ലേക്കാട്ടിൽ നിന്ന് കോട്ടായിക്കുള്ള ബസ് റൂട്ടിലാണ് നമ്മൾ. ഈ കാണുന്ന മുതലാണ് നമ്മുടെ മുതൽ. ഇതാണ് ഫ്രണ്ടേജ്. ഇതാ മതിലിൻ്റെ അവിടുന്ന് തൊട്ടിട്ട് ഇതിങ്ങനെ, ഇത് വണ്ടി കിടക്കാനുള്ള ഗേറ്റ്. ഇത് നമുക്ക് സാധാ ഒരു ചെറിയ ഗേറ്റ്. അപ്പോൾ ഈ സാധാ ചെറിയ ഗേറ്റ് കൂടെ നമ്മളിങ്ങനെ കടക്കും കേട്ടോ. ഇങ്ങോട്ട് പോരെ. ഇതാ ഉള്ളിൽ കയറുന്ന ഉള്ളിലേക്ക് കയറി ഇടുമ്പോൾ തന്നെ നല്ലൊരു മാവ് കാണാം കേട്ടോ. ആ മാവ് കാണിച്ചു കൊടുത്താൽ നല്ലൊരു മാവ്. അതേപോലെ തന്നെ ഇതാ ഇതിനൊക്കെ വീടുകൾ ഇതോ. ഇത് കാണിച്ചു കൊടുത്താൽ ഇതിന് സൈഡിൽ കൂടെ എൻട്രൻസ്. പിന്നെ ഈ കാണുന്ന പേര് ഈ സ്ഥലം കൊടുക്കാനുള്ളതാണ്. 40 സെൻറ്റ് സ്ഥലവും പേരുണ്ട് കേട്ടോ. അത് വണങ്ങാവും വന്നോളി. ഈ നമ്പറിൽ തന്നെ ബന്ധപ്പെട്ടാൽ മതി. ഇനി ഇങ്ങനെ പോകുന്ന ഇതാ ഈ ഭാഗം കാണിച്ചു കൊടുക്കുക. ഒരു സൈഡ് മാത്രം കാണിച്ചു കൊടുത്താൽ പോരാ, 2 സൈഡ് കാണിച്ചു കൊടുക്കണം. ഇതാ ഇങ്ങോട്ട് പോവാ. ബാക്കിലൊക്കെ കാണിച്ചു കൊടുക്കാണ്ട് ഇടുവാ. ഇതാ പിന്നെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, കോയൽക്കിണർ, മോട്ടർ, ട്രാക്ക് കാണാണ്ട് കേട്ടോ. എല്ലാ സൗകര്യം കാണാണ്ട് ഇവിടെ. വെള്ള സൗകര്യം, 4 പുറമുള്ള വീട്. ഈ സൈഡ് കാണിച്ചു കൊടുക്കുക. ഫുള്ള് മോൾക്ക് കാണിച്ചു കൊടുക്കുക. മോൾക്ക് പുതിയ വീടാണ് കേട്ടോ, പഴക്കല്ല കേട്ടോ. 2 വർഷം ആയിട്ടുള്ളൂ ഇതിൽ താമസം തുടങ്ങിയിട്ട്. 2-2.5 വർഷം ആയിട്ടുള്ളൂ. അതൊക്കെ ഓണർമാർ പറഞ്ഞു തരും. ഇതാ ഇത് ബാക്കിലേക്കുള്ള എൻട്രൻസ്. ഇതാണല്ലേ ഒക്കെ കോമ്പൗണ്ട് മതിലിങ്ങനെ കെട്ടിയിട്ട്. ഇനി അതിൻ്റെ പണിയില്ല, യഥത്തർക്കം വരില്ല കണ്ടോ. നല്ല ഏരിയയാണ്. ഇതാ ഇനി ഒരു കിണർ കുഴിക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ട്. കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ്. കാരണം തൊട്ടപ്പുറത്തേക്ക് കിണറാണ് കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? വീട്ടിൻ്റെ ഉള്ളിലേക്കാണ് പ്രവേശിക്കുക. ആ വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. മേലേക്ക് കയറുക, അങ്ങനെയുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. ഇൻഷാ അല്ലാഹ് പോരെ. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഇതാണ് ഈ ഒരു സൈഡ് കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, മേൽഭാഗം കാണിച്ചു തരണം, വേറൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഉള്ളിൽ കിടന്ന് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മുറ്റത്ത് കട്ടയൊക്കെ വിരിച്ചിട്ടുണ്ടോ കേട്ടോ. നല്ല രീതിയിൽ നല്ല ഭംഗിയോട് കൂടിയിട്ട്, അതേമാതിരി കാർ പോർച്ച്, വാഹനം നിർത്താനുള്ള സൗകര്യം, ഇനി 1-2 ബൈക്ക് വേണമെങ്കിൽ നിർത്താനുള്ള സൗകര്യം. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ കയറുകയാണ് വീട്ടിൻ്റെ ഉള്ളിലേക്ക്. ഇതാ നല്ല അത്യാവശ്യം വിശാലമായൊരു സിറ്റ് ഔട്ട് തന്നെയാണ്. ഒരു 5-6 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഈ സിറ്റ് ഔട്ടിലുണ്ട് കേട്ടോ. മാത്രമല്ല നിങ്ങൾ ഇതിൻ്റെ വാതിൽ നോക്കണം, ജനൽ നോക്കണം. നല്ല സൂപ്പർ സാധനമാണ്. ഇത് വിൽക്കാൻ വേണ്ടി കയറ്റണമല്ല ഹബീബിങ്ങളെ, പക്ഷെ പെട്ടെന്ന് അർജൻറ്റ് ആവശ്യങ്ങൾക്ക് വിൽക്കാമെന്ന് മാത്രം കേട്ടോ. ഇവിടെ കണ്ട പച്ചനത്തൊന്നും വിൽക്കാനുള്ള വീടാണെങ്കിൽ അങ്ങനെയൊന്നും വർക്ക് ചെയ്യില്ല കേട്ടോ. ഈ സൈഡൊന്ന് കാണിച്ചു കൊടുക്കുക കുഞ്ഞുമോനെ. ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. അങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇതല്ലേ. അതേപോലെ തന്നെ നമുക്ക് ഇതൊക്കെ വെച്ചിട്ടുണ്ട് കുട്ടികൾ പുറത്ത് ചാടുന്നതിന്. ഇനി നേരെ നമുക്ക് കിടക്കാം. ഡോറൊന്ന് നോക്കണം നിങ്ങൾ. വീട്ടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ് കിടക്കണം. ഉള്ളിലേക്ക് കിടക്കുക. ഇങ്ങോട്ട് കിടക്കുക. ആ സിറ്റ് ഔട്ട് കാണിച്ചു കൊടുക്കൽ കഴിഞ്ഞിട്ട് നേരം കിടക്കുക. വലിയൊരു സിറ്റിംഗ് ഹാള്, അത്യാവശ്യം നല്ല വലിപ്പാട്ടാ സിറ്റിംഗ് ഹാള്. ഇതാ എല്ലാ ഭാഗം അവിടെ നിന്ന് കാണിച്ചു. അവിടെ നിന്നിട്ട് ഇതിനൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പോഴേ ഇതിൻ്റെ വലിപ്പറിയുള്ളൂ കേട്ടോ. ഇത്രയും വലിപ്പമുള്ള ഹാളാണ് കേട്ടോ. അതേപോലെ തന്നെ ഷോക്കേസ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി ബെഡ്റൂമിൽ കിടക്കാം. ഇതാ ഇവിടെ ഒരു ബെഡ്റൂം കേട്ടോ. നമ്മൾ കയറി വന്നാൽ സിറ്റിംഗ് ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ ഉടനെ ഒരു ബെഡ്റൂം കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ നോക്കണം. അതേ കബോർഡൊക്കെ വെച്ച് കാണിച്ചു നോക്കിട്ടാ. കാരണം എന്താ പറയുക, കബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്നവർക്ക് യാതൊരു പണിയില്ല. ഒരു പെയിൻറ്റ് പോലും അടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ കോമൺ ബാത്റൂം അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അന്ന് കാണിച്ചു കൊടുക്കും. ഇങ്ങനെ ഇവിടെ കാണിച്ചു കൊടുത്തേ കുഴപ്പമില്ല. കാരണം നമുക്ക് എന്താ ഒരുപാട് സമയം പിടിക്കുള്ളൂ. കോമൺ ബാത്റൂം ഇവിടെ അറ്റാച്ച് ബാത്റൂമാണ് കേട്ടോ. ഈ റൂമിൽ നമുക്ക് അറ്റാച്ച് ബാത്റൂമാണ്. പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങൾ കാണണം കണ്ടോ. അറ്റാച്ച് ബാത്റൂമാണ് ഇവിടെ സൗകര്യം ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇങ്ങോട്ട് വരും ഈ കടബാജി.
നമ്മൾ കിച്ചണിലേക്ക് കിടക്കഞ്ഞ്. കാരണം എന്താ പറയുക, കിച്ചപ്പാണ് കാണിച്ചതിനൊക്കെ പിന്നെ മറക്കൂളേ. ഇതാ നല്ല ആർച്ചൊക്കെ ഇട്ടിട്ട് കണ്ടത്. എന്താണ് കറക്റ്റ് നീക്കി എന്നിട്ട് വന്നു. ഇതാണ് കിച്ചൺ. ഇതെന്താ മോളുട്ടിയെ, എന്താണ് പറഞ്ഞ പറ, പറയുന്നില്ലേ? ആ, ഇതെന്താ സംഭവം? കിച്ചണല്ലേ? മാഷാ അല്ലാ മാഷാ അല്ലാ ഒട്ടി. അല്ല ഒട്ടി ആണോ? ഈ പോരണം എൻ്റെ കൂടെ. ഇതാ കിച്ചൺ കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ക്ലാസ്സുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടേ അല്ല ഗാബ ക്ലാസ്സൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾ സൗദി അറേബ്യത്തെ ഓർമ്മ വരികയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ ഇങ്ങനെ സൗദി അറേബ്യത്തെ ഓർമ്മ വരിക. നമ്മുടെ വിരയിലുണ്ട് നിങ്ങൾക്ക്. ഇതാ ഗാവ കുടിക്കുന്ന ക്ലാസ്സാണ് സൗദി അറേബ്യയിലെ. മാഷാ അല്ലാ. നമ്മുടെ ഇവിടെ ഉണ്ടോ? ഇപ്പം നമ്മൾ കൊടുന്ന അവിടെ ഉണ്ടല്ലേ ഇവിടെ. അപ്പോൾ ഇതാ അങ്ങനെ ഇതാണ്ട ഇവിടെ നമുക്ക് സ്റ്റോർ റൂം സംവിധാനം ഉണ്ട് കേട്ടോ. അതിൻ്റെ പുറമെ ഇവിടെ ഒരു ബാത്റൂം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ പുറത്തേക്കൊണ്ട് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്തായി, നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഭാഗമായി കേട്ടോ. ഇനി മുകളിലേക്ക് ഒരു നോട്ടം, വാ ഒറ്റ നോട്ടം മുകളിൽ ഇതേപോലെ. അപ്പോൾ പ്രിയപ്പെട്ട അവികളെ, നമ്മളിപ്പോൾ താഴെ 2 റൂം, സിറ്റിംഗ് ഹാള് കാര്യങ്ങളൊക്കെ കണ്ടു. അതേപോലെ തന്നെയാണ് മേലിട്ടാ. ഇനി ഇവിടെ വേണമെങ്കിൽ വാടക കൊടുക്കാം. കാരണം 2 പാർട്ടിക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ എക്സ്ട്രാ കോണി മുകളിലേക്ക് കയറാനുള്ള സംവിധാനം ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്കൊരു ബെഡ്റൂം, ആ ബെഡ്റൂം ഒന്ന് കാണിച്ചു കൊടുക്ക്. കാണിച്ചു കൊടുക്കൂ ആണോ. നല്ല ബെഡ്റൂം, നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ താഴത്തെ അതേപോലെ തന്നെയാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു സിറ്റിംഗ് ഹാൾ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു സിറ്റിംഗ് ഹാൾ ഉണ്ട്. അപ്പോൾ താഴെയും മുകളിലും സിറ്റിംഗ് ഹാൾ ഉണ്ട്. 2 സിറ്റിംഗ് ഹാൾ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇതൊരു പാർട്ടിക്ക് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ തരാം കേട്ടോ. ഇതാ ഇവിടെ കണ്ടില്ലേ, അങ്ങനെ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് വലിയ ബെഡ്റൂമാണ് കേട്ടോ. നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ താഴെയും മുകളിലായിട്ട് ഈ 2 ബെഡ്റൂമിൽ ഉള്ളതാണ് കേട്ടോ. മേലെ റാക്കൊക്കെ വെച്ചിട്ട് കാണിച്ചു കൊടുക്ക്, സോക്കേഴ്സ് കാണിച്ചു കൊടുക്ക്, എല്ലാ ഭാഗം കാണിച്ചു കൊടുക്ക്. കണ്ടില്ലേ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ. ഇനി നമുക്കിതാ ഇവിടെ കിച്ചൺ, മുകളിൽ കിച്ചൺ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കിച്ചൺ സെറ്റ് ചെയ്യാം. അതല്ല വലിയൊരു കുടുംബമാണ് വരുന്നത്, താമസിക്കാതെ വരുന്നതിൽ വേറെ സ്റ്റോർ റൂമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വെക്കാം. ഇതാ ഇവിടെയുണ്ട് ഏരിയ. ഇവിടെ ഒരു കോമൺ ബാത്റൂം. ഇതാ ഇനി മുകളിലേക്ക് വരാനുള്ള എൻട്രൻസ് ഇതാ. കാരണം എന്താ, 2 പാർട്ടിക്ക് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലേക്കുള്ള പാർട്ടിക്ക് വരാനുള്ള എൻട്രൻസ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭികൾ ഇനി ബാൽക്കണി കാണാണ്ട്, ബാൽക്കണിയാണ് കാണേണ്ടത്. അത് എല്ലാം കണ്ട് ബാൽക്കണി കണ്ടില്ല അറിഞ്ഞ പറ്റില്ലല്ലോ. പണ്ടൊരു കാക്ക തിരൂര് പോയ മാതിരിയാവും. കുട്ടിയെ ഞാൻ തിരൂര് ഫുള്ള് കറങ്ങി, പക്ഷേ തിരൂരങ്ങാടി കണ്ടില്ല കേട്ടോ പറഞ്ഞു. തിരൂര് ഫുള്ള് കറങ്ങിയിട്ട് തിരൂരങ്ങാടി കണ്ടില്ല എന്ന്. അതെങ്ങനെ കാണുക? തിരുരങ്ങാടി പരപ്പനങ്ങാടിയുടെ അടുത്താണേ ആണോ. അപ്പോൾ തിരൂരിൽ നിന്ന് കുറേ ദൂരമുണ്ട്. അതാണ് ബാൽക്കണി കണ്ടില്ലേ. അപ്പോൾ നല്ല വീട്, നല്ല സൗകര്യം. ഇവിടെ ഇരുന്ന ഈ ഓടിട്ട വീടാണ് ഞാൻ കൊടുക്കാണ്ട് പറഞ്ഞിട്ടോ. ഈ ഓടിട്ട വീട്ടിൽ മൊത്തം 40 സെൻറ്റ് സ്ഥലമുണ്ട്. ഇവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിന് 3.5 ലക്ഷം ഉറുപ്പ്യ വില ഉണ്ട്. പക്ഷേ നമ്മളെന്ത് ചെയ്യും, അത് 3 ലക്ഷം ഉറുപ്പ്യക്ക് തരും കേട്ടോ. സെൻറ്റ് കണക്കാക്കിയിട്ട് വീട് ഫ്രീ. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബ്, നിങ്ങൾ കാണണം, എൻ്റെ ചാനൽ കാണുന്നവർ നിങ്ങളോട് വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ ഭാഗം കാണൽ കഴിഞ്ഞില്ലേ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, വീട് കണ്ടു, വീടിൻ്റെ പരിസരം കണ്ടു, ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തന്നു. 4 പുറം വീടുകൾ. ഇത് ബസ് റൂട്ടിൽ. ഇതിങ്ങനെ വരുന്നത് എവിടുന്നാണെന്ന് അറിയാം നിങ്ങൾ? കല്ലേക്കാട് നിന്ന്. കല്ലേക്കാട് മെയിൻ റോഡിൽ നിന്ന് ഒരു 100 മീറ്റർ അല്ലെങ്കിൽ 150 മീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഇവിടുത്തെ ദൂരം. അവിടെ ഹൈവേയിൽ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ നടന്നു വരാം. ഏതാണ് ഹൈവേ എന്ന് അറിയാം നിങ്ങൾ? പാലക്കാട് നിന്ന് പൊന്നാനി ഹൈവേ, കുളപ്പുള്ളി ഹൈവേ എന്നൊക്കെ പറയുന്ന ഒറ്റപ്പാലത്തേക്ക് പോകുമ്പോൾ കല്ലേക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. മാത്രമല്ല ഇതിലുള്ളത് നമുക്ക് 6 സെൻറ്റ് സ്ഥലം. അത് ചുറ്റോട് ചുറ്റും മതിൽ, കോമ്പൗണ്ട്, കാര്യങ്ങൾ എല്ലാം ക്ലിയർ. വെള്ളത്തിൻ്റെ സൗകര്യം, പൈപ്പ് ലൈന്, കോയിൽ മോട്ടോർ സാരും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയ. പ്രിയപ്പെട്ട അഭികൾ, 4 പുറം വീട്. ഇത് കോട്ടായിക്ക് പോകുന്ന ബസ് റൂട്ട്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ പാലക്കാട് ടൗണിലേക്ക് നമുക്ക് ആകെ ദൂരം വരെ ഒരു 9 കിലോമീറ്റർ, 8 കിലോമീറ്റർ, 9 കിലോമീറ്ററൊക്കെയാണ് വരിക. അപ്പോൾ പാലക്കാട് ടൗൺ അടുത്തുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഏരിയയാണത് അല്ലേ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഇത്രയും വലിയൊരു വീട്. കാരണം 1700-800 സ്ക്വയർ ഫീറ്റ് വാർപ്പുണ്ട്. അതിൻ്റെ പുറമെ ഷീറ്റ് ഉണ്ട്. എല്ലാം പാടെ 2000-ന് മുകളിലുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ നോക്കണ്ട. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വില, ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില വലിയ വിലയാണ്. പക്ഷേ നമ്മളെന്ത് ചെയ്തു, നെഗോഷ്യബിൾ ചെയ്ത് ഒരു 57 ലക്ഷം ഉറുപ്പ്യയിലേക്ക് കൊടുത്തിട്ടുണ്ട്. 57 ലാക്ക് ടോട്ടൽ. അതും ഈ ഇവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിന് 4 ലക്ഷം രൂപ വില വധിക്കുന്ന ഒരു ഏരിയയാണ്. 4 ലക്ഷം രൂപ വില വധിക്കുന്ന ഏരിയയിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ വിലക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഷെയർ ചെയ്യാം, മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയത് ഫോളോ അപ്പ് ചെയ്തോളി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും
അതുപോലെ തന്നെ വേറെ കാര്യം പറയുന്നത് ഓണർ നമ്പർ വെക്കണം 1% കമ്മീഷൻ വാങ്ങുന്ന ഒരു ഹക്കായ മുതലാണ് തരേണ്ടതാണില്ലേ. തരാത്തവർ ഒരുപാട് ഹബീബികളുണ്ട്, പക്ഷേ അവരൊക്കെ നാളെ ഉത്തരം പറയേണ്ടി വരും ഇവിടെ അല്ലെങ്കിൽ അവിടെ, യാതൊരു സംശയമില്ല. അപ്പോൾ 1% നമുക്ക് തരണ്ടു. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും മായസ്സലാം.